മുഷീനെ ജീവനോടെ കിട്ടിയ വിടാൻ നമുക്ക് തോന്നുവോ? നല്ല ചുമന്ന കറി വെച്ചിട്ട് ഒന്നെങ്കിൽ കഴിക്കാൻ, അല്ലെങ്കിൽ കുരുമുളകിട്ട് വറുത്തടിക്കാൻ തോന്നില്ലേ? നല്ല ഓടി നടക്കണേ പൂവൻ കോഴീനെ ഓടിച്ചിട്ട് പിടിച്ച് നല്ല വറുത്തരച്ച് കറി വെച്ച് ചട്ടിയിൽ തന്ന തിന്നാതിരിക്കാൻ നമുക്ക് പറ്റും? എനിക്ക് പറ്റത്തില്ല. നല്ല പെരുമഴ ഇങ്ങനെ പെയ്യുമ്പോ കട്ടൻ കാപ്പിയുടെ കൂടെ നല്ല എരിവുള്ള കറുമുറ പലഹാരങ്ങൾ തിന്നാൻ ആർക്കും ഇഷ്ടമില്ലാത്തത്? എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷെ ഇതെല്ലാം നമുക്ക് വേണം താനും. നമ്മുടെ ശരീരം എന്ത് ചെയ്യണം? ഫിറ്റ് ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും ഇരിക്കണം, വേണ്ടേ? അതേ, ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കൂടിയ 7-8 കിലോയും ഈ മത്തങ്ങ വയറും നിങ്ങളുടെ അന്നമ്മ കുറയ്ക്കാൻ പോവുകയാണ്. തീരുമാനിച്ചു. എത്രയോ വർഷമായിട്ട് 168 സെന്റിമീറ്റർ 5 അടി 7 ഇഞ്ചോളം ഉയരമുള്ള ഞാനൊരു 58 കിലോയിൽ നമ്മുടെ വെയിറ്റ് ഇങ്ങനെ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വേറൊന്നുമല്ല, നല്ല കട്ട എക്സസൈസും ഡയറ്റും തന്നെയായിരുന്നു. പക്ഷെ നിങ്ങൾക്കറിയാം, എൻ്റെ ഈ കൈ ഒടിഞ്ഞ് 2 തവണ, കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 2 തവണ ഒടിഞ്ഞു. വലിയ മേജർ സർജറി ചെയ്തു. ഒരുപാട് അലർജിയും പ്രശ്നങ്ങളും ഉള്ളത് കാരണം നമ്മൾ എന്ത് ചെയ്യേണ്ട വന്നു? ഭയങ്കര ഹൈ സ്റ്റിറോയിഡ് കഴിക്കേണ്ട വന്നു. പല സ്റ്റിറോയിഡും കഴിച്ചാൽ നമ്മളുടെ വണ്ണം പെട്ടെന്ന് കൂടും. വണ്ണം കൂടുക മാത്രമല്ല സംഭവിക്കുന്നത്, ഷുഗർ, കൊളസ്ട്രോള്, പ്രഷർ, തൈറോയിഡ്, അങ്ങനെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് അതിന്റെ കൂടെ വരികയും ചെയ്തു. ഈ ഒരു വർഷത്തിനിടയിൽ ഒരു അസുഖവും, പ്രത്യേകിച്ച് ആസ്മ വെച്ച് വേറെ ഒന്നും ഇല്ലാതിരുന്ന എനിക്ക് ഷുഗർ ഹൈ ലെവലായി, കൊളസ്ട്രോള് അതിനേക്കാൾ ഹൈ ആയി, പ്രഷറും ഹൈ ആയി, തൈറോയിഡ് വന്നു. പക്ഷെ അത് ഭാഗ്യം കൊണ്ട് മരുന്ന് കഴിച്ചു കുറഞ്ഞു. ഇതിനോടൊപ്പം തന്നെ എൻ്റെ വെയിറ്റ് 58 നിന്നും 64-65 കൂടി. എത്രയോ മെഡിക്കൽ കോംപ്ലിക്കേഷനിലൂടെ കടന്നുപോയ ആളാണ് ഞാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒത്തിരി പ്രസവങ്ങൾ, ഒത്തിരി അസുഖങ്ങൾ. പക്ഷെ അതിലൊക്കെ എൻ്റെ ശരീരം ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു, കൃത്യമായിട്ടുള്ള എക്സസൈസും ഡയറ്റും. പക്ഷെ ഈ ഒരു വർഷം അനങ്ങാതെ വീട്ടിലിരിക്കുകയും ഇത്രമാത്രം അസുഖങ്ങൾ എന്നെ ബാധിക്കുകയും ചെയ്തപ്പോൾ എനിക്കിപ്പോൾ സത്യത്തിൽ എൻ്റെ സ്റ്റിറോയിഡ് നിർത്തിയിട്ട് ഒരാഴ്ചയായി. എനിക്ക് ഒരു എക്സസൈസും ചെയ്യാൻ സാധിക്കുന്നില്ല. ഭയങ്കര കിതപ്പ്, ക്ഷീണം, ശ്വാസം മുട്ടൽ അങ്ങേയറ്റം. ഈ വണ്ണം കൂടുക കുറയ്ക്കുക എന്നുള്ളത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അതൊന്നും വലിയ കാര്യമല്ല. പക്ഷെ ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രയും അസുഖങ്ങളും വരും. പിന്നെ വണ്ണം ഒരുപാട് കൂടുമ്പോൾ നമുക്ക് നമ്മളുടെ ഡെയിലി പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് തന്നെ ഭയങ്കര കോംപ്ലക്സ് വരും. നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ അടഞ്ഞു കൂടിയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ വരികയാണ് അല്ലേ. ഒരു 20 വയസ്സ് മുതൽ ഒരു 44 വയസ്സ് വരെ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്ത് ശരീരവും മനസ്സും മെയിൻറ്റെയിൻ ചെയ്ത് എനിക്ക് എക്സസൈസ് ചെയ്യാൻ മടിയില്ലെന്ന് മനസ്സിലായല്ലോ. ഈ ഒരു വർഷത്തെ നീണ്ട വിശ്രമത്തിനും അസുഖത്തിനും ശേഷം ഇപ്പൊ എന്നെ കൊണ്ട് തനി എക്സസൈസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ തന്നെ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ ഒരുപാട് സൈറ്റുകൾ കയറി നോക്കി. പക്ഷെ അതൊന്നും നമ്മളുടെ പോക്കറ്റിന്, സാധാരണക്കാരനായ ആളുകൾക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതും, നമ്മുടെ പോക്കറ്റിന് ഇണങ്ങാത്തതും, പിന്നെ അതിനുവേണ്ടി ഒരുപാട് സമയമൊക്കെ നമുക്ക് മെനക്കെടാൻ പറ്റാത്തതുമാണ്. നമ്മളൊക്കെ സാധാരണ വീട്ടമ്മമാരാണ്, നമുക്ക് ഒരുപാട് പണികളുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് ആരോഗ്യവും സൗന്ദര്യവും സംരക്ഷിക്കാൻ കൂടെ നമുക്ക് സാധിക്കണം. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും അപ്രോച്ചബിൾ ആയിട്ട് തോന്നുന്ന, അല്ലെങ്കിൽ എനിക്ക് അഫോർഡബിൾ ആയിട്ടും നമുക്ക് ഒരുമിച്ച് കൂടെ കൊണ്ടുപോകാൻ ഒരു സ്കില്ലും ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഫിറ്റ് ട്രീറ്റ് കപ്പിൾ. നമ്മുടെ വീട്ടിൽ നമ്മൾ കഴിക്കുന്ന നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ചെറിയ രീതിയിൽ അളവിൽ വ്യത്യാസപ്പെടുത്തിയും ഒരുപാട് തവണ 3 നേരം മെയിൻ ഫുഡ് കഴിക്കുന്നതിന് പകരം പല തവണയായിട്ട് അവർ ക്രമീകരിച്ചുമാണ് ഇവർ നമ്മുടെ ഡയറ്റ് നമുക്ക് സെറ്റാക്കി തരുന്നത്. നമ്മളുടെ തന്നിഷ്ടത്തിന് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, കുറച്ച് കഴിയുമ്പോൾ നമ്മളൊക്കെ ഒന്ന് ലൂസ് ആവില്ല. നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും നമ്മൾ ഓരോ ഫംഗ്ഷനും ഒക്കെ വരുമ്പോൾ അതിന് നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ നമ്മുടെ ഇവിടെ ഒരു ന്യൂട്രീഷനിസ്റ്റ് ഉണ്ടാവും. അതുപോലെ നമ്മളുടെ ഡയറ്റ് കൃത്യമായിട്ട് സെറ്റ് ചെയ്യാൻ ഒരു ഡയറ്റീഷ്യനും ഒരു ഡോക്ടറും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ സമയവും നമ്മൾ എന്ത് കഴിക്കണമെന്ന് അവർ പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നാളെ നമുക്കൊരു കല്യാണം ഉണ്ടെന്ന് വിചാരിച്ചു, നമുക്ക് ആ കല്യാണത്തിന് പോയി അത്യാവശ്യം നമുക്ക് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ നോ ഇഷ്യൂ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളുടെ ഇഷ്ടങ്ങൾ മുടങ്ങാതെ തന്നെ, ആ പരിപാടി മുടങ്ങാതെ തന്നെ എന്നാൽ നമ്മുടെ ഡയറ്റിന് ഇഷ്ടമുള്ള രീതിയിൽ, പറ്റുന്ന രീതിയിൽ നമുക്കത് അറേഞ്ച് ചെയ്ത് തരും. അതായത് കംപ്ലീറ്റ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മീല് നമുക്കൊരു സെറ്റാക്കി തരും. നമുക്ക് ഒരുപാട് കോംപ്രമൈസ് ഒന്നും കൂടാതെ തന്നെ നമുക്ക് കൃത്യമായിട്ട് ഡയറ്റ് ചെയ്തിട്ട് വളരെ അനായാസമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. അത് കൊള്ളാം അല്ലേ ഏർപ്പാട്. ഡയറ്റ് നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യും. എക്സസൈസ് ആണ് നമുക്ക് പ്രശ്നം അല്ലേ. പ്രത്യേകിച്ച് ജിമ്മിൽ പോകണ്ട, ഒരുപാട് ഉപകരണങ്ങളൊന്നും വേണ്ട. നമ്മുടെ ഈ 2 കാലുകൾ മാത്രം മതി. വീടിന് ചുറ്റുമാണെങ്കിൽ പോലും ഒരല്പം, ഇവർ പറയുന്ന ഒരു 10-30 മിനിറ്റ് എന്തെങ്കിലും ഇഷ്ടമുള്ള പാട്ടോ കേട്ടിട്ട് നമുക്ക് നടന്നാൽ മതി. പിന്നെ അതുപോലെ സിമ്പിളായിട്ട് എത്ര പ്രായമുള്ളവർക്കും എത്ര വയ്യാതിരിക്കുന്നവർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ചെയ്യുന്ന ചെറിയ സിമ്പിൾ നുറുങ്ങും വിദ്യകൾ മാത്രമേ ഉള്ളൂ ഇവിടെ എക്സസൈസ് ആയിട്ട്. നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഏത് സമയത്തും നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ബാക്ക് എൻഡിൽ ആളുണ്ടെന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നിങ്ങൾ നോക്കിയാൽ മതി. ഇതുവരെ ഇവരുടെ പാക്കേജിൽ ചേർന്നിട്ടുള്ള എല്ലാവരും അത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതാണ്. മാത്രമല്ല റിസൾട്ടും ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകത. അപ്പോൾ നമ്മളുടെ ഇഷ്ടങ്ങളൊന്നും പൂർണ്ണമായി ഒഴിവാക്കാതെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ, വളരെ ഫിറ്റായിട്ട്, ആരോഗ്യത്തോടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും എല്ലാ വേദനകളും ബുദ്ധിമുട്ടുകളും ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഉറപ്പായിട്ട് നമുക്ക് കഴിയും. പിന്നെ വേറൊരു കാര്യം മറക്കണ്ട, നമുക്ക് വെയിറ്റ് ലോസിനോടൊപ്പം തന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. മെലിഞ്ഞ് പുഷ്ടിയില്ലാത്ത ശരീരമായിട്ട് വളരെ സങ്കടപ്പെട്ട് നടക്കുന്ന ഒത്തിരി പേരുണ്ടാവും. അപ്പം അതിനുള്ള വെയിറ്റ് ഗെയിൻ പ്ലാൻസ് ഉണ്ടാവും.
കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഡയറ്റ് പ്ലാൻസ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് പാക്കേജ് ഉണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ കയറി നോക്കുക. ഇഷ്ടമായാൽ അന്നമ്മയോടൊപ്പം ജോയിൻ ചെയ്യുക. അപ്പോൾ ഒരു വണ്ണം കുറയ്ക്കുക എന്നുള്ളൊരു സംഭവം മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ എല്ലാ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും വേദനകളും ബുദ്ധിമുട്ടുകളും മാറി എൻ്റെ ഷുഗറും കൊളസ്ട്രോളും പ്രഷറും ഒക്കെ നോർമൽ ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ള കഠിനമായിട്ടുള്ള അധ്വാനം കൂടിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫിറ്റ്രീറ്റ് കപ്പിളിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയമാണെങ്കിലും ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ആരോഗ്യത്തോടെ അസുഖങ്ങളെല്ലാം തുടച്ചു മാറ്റി കൂടുതൽ എനർജറ്റിക് ആയിട്ട് നിങ്ങളുടെ കൂടെ വന്ന് കൂടുതൽ ഭക്ഷണം കഴിച്ച് നിങ്ങളെ കൊതിപ്പിക്കാനായി എൻ്റെ അമ്മ ഉടനെ വരും എന്നുള്ളൊരു പ്രതീക്ഷയോടെ നിർത്തട്ടെ. തൽക്കാലം നന്ദി, നമസ്കാരം.